ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ തെങ്കാശി ഹൈവേയുടെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. തെങ്കാശി ഹൈവേ നിന്ന് നമ്മുടെ ചുള്ളുമാരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വഞ്ചൂത്ത് വരുമ്പോഴത്തേക്ക് വഞ്ചൂന്ന് എത്തുന്നതിന് മുമ്പുള്ള വളവിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഒരു കൊച്ചു തട്ടുകടയുണ്ട് കേട്ടോ, ഒരു ടീ സ്റ്റാർ, ഒരു സാധാരണ ഒരു തട്ടുകട. പണ്ട് കാലങ്ങളിലുള്ളതൊക്കെ എന്നെ ടാർപ്പയൊക്കെ ഇട്ട് കെട്ടി ഒരു പരുവത്തിന് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കൊച്ചു കട. ഇവിടെ സാധാരണ രീതിയിലുള്ള ചായ അല്ലാതെയുള്ള ഐറ്റംസാണ്. കട്ടൻ ചായ, നമ്മൾ സാധാ രീതിയിലുള്ള കടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളതേ ഉള്ളൂ കേട്ടോ. ചെറിയ പിന്നെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അല്ലാതെ ബിസ്ക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുറച്ച് ഐറ്റംസ് മാത്രം. സാധാരണ ഒരു രീതിയിലൊരു പിന്നെ നാരങ്ങ വെള്ളമുണ്ട്, വെള്ളം ഐറ്റംസ്, അങ്ങനെയൊക്കെയുള്ള ഒരു പരുവത്തിന് നടത്തിക്കൊണ്ട് പണ്ട് കാലങ്ങൾ നമ്മൾ പറയുമല്ലോ മുറുക്കാൻ കട എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ളൊരു കട. ഈ കട നമ്മുടെ ഏകദേശം ഒരു രാത്രി 10 മണിക്കകത്തൊക്കെ വെച്ച് ഈ കട ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ തുറക്കും, 10 മണിക്കകത്ത് വെച്ച് കട ക്ലോസ് ചെയ്യും. ഒരു പറയാന്ന് പറയുമ്പോൾ ഈ കടയെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മൾ സ്ഥിരം ഇടയ്ക്കൊക്കെ ചായ കുടിക്കാൻ ഇറങ്ങുന്നത്, ഞാൻ വഞ്ചൂത്ത് ഓട്ടം പോവുകയാണെങ്കിൽ നേരെ ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങുന്ന ഒരു കടയും കൂടെയാണ്. കട എന്ന് പറയുമ്പോഴത്തേക്ക് ചായയൊക്കെ കൊള്ളാം കേട്ടോ. ഞാനും ഇവിടെ ഒരു ചായ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആണ് ചായ ഒഴിക്കാൻ പോയി. പിന്നെ അല്ലാതെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മഞ്ഞ കേക്കൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒരുപാട് പാക്കറ്റ് കവറുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഒരു തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കില്ല കേട്ടോ. തെങ്കാശി ഹൈവേ ആണെങ്കിൽ ഒരു പരുവത്തിൽ ഇങ്ങനെ വന്ന് പോയി നിൽക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കൊന്നുമില്ല. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ചുറ്റാലുള്ള ആൾക്കാരൊക്കെ വന്ന് ചായ കുടിക്കാനിരിക്കും, കുറച്ച് നേരം കുശലമൊക്കെ പറയാം. നമ്മളെ പണ്ട് കാലങ്ങളിൽ അതെ സൊറ പറയുമെന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിലൊക്കെ അതൊരു പതിവാണ്. ഒരു ചെറിയൊരു മുറുക്കാൻ കട ഉണ്ടെങ്കിൽ അവിടെ സൊറ പറയാൻ വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊന്ന് കൂടും, അവിടെ ചിറ്റാവൊക്കെ ഒന്ന് കൂടും. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ അവിടെ ഇരിക്കും. ഒരു ഒരു കുശലാന്വേഷണം, പരസ്പരം വീട്ടിലുള്ള കാര്യങ്ങൾ. നമ്മൾ പെണ്ണുങ്ങൾ കയറുകയാണെങ്കിൽ പറയും നുണ പറച്ചിലെന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആണുങ്ങൾ കയറുമ്പോൾ കുശലാന്വേഷണം എന്ന് പറയും, അല്ലെങ്കിൽ അവർ സൊറ പറയുന്നെന്ന് പറയും. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ചായയൊക്കെ കുടിച്ചൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഈ അണ്ണനൊരു ചായ കച്ചവടവും ആവും. പിന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ സംസാരിക്കുക, അവിടെ ചുറ്റാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു അവസരവുമാണ് കേട്ടോ. അപ്പോൾ അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പരസ്പരം ഒരു ബന്ധമുണ്ടാകത്തുള്ളൂ. നമ്മൾ അയൽവക്കക്കാരൊക്കെ ആയിട്ട് പരസ്പരം ബന്ധം വരുന്ന ചായക്കടയിലാണല്ലോ. അല്ലാതെ ഇപ്പോൾ ഒന്നാമത് വീടുകളിലാരും പരസ്പരം അങ്ങനെ മിണ്ടാറ് പോലുമില്ല. അപ്പോൾ കടയിലെങ്കിലും ഇറങ്ങി മിണ്ടിയാൽ അത്രയും നല്ലത്. അത് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ അവസാനിപ്പിക്കാനുണ്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് പുതിയ വീഡിയോ കാണാനായിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.